ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ഒരു പറക്കുളം കുന്ന് പറയും, ആ കുന്നിൻ്റെ മുകളിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അത് കണ്ടോ, വലിയൊരു കുന്നാണത്, വളരെ വലിയൊരു കുന്ന്. ഡ്രൈവിങ് പഠിക്കാൻ ആളുകൾ വരുന്നതൊക്കെ ഈ കുന്നിലേക്കാണ് ഡ്രൈവിങ് പഠിക്കാൻ വരിക. ഇവിടെ ഡ്രൈവിങ് സ്കൂളുണ്ട്, അവർ ഡ്രൈവിങ് പഠിപ്പിച്ചു കൊടുക്കും ഇവിടെ. അങ്ങനെ വലിയൊരു കുന്നാണിത്. ഇവിടെ നമ്മളുടെ NSSൻ്റെ പുതിയൊരു കോളേജ് വന്നിട്ടുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അതാണ് ആ കാണുന്നത്. ഈ കുന്നിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു ഇതിന് ആൾക്കാർക്ക് പോകാനൊക്കെ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അധികം ആരും ഉണ്ടായിരുന്നില്ല ഈ ഭാഗത്തൊന്നും. ഇപ്പോൾ ബിൽഡിങ്ങുകളും പിന്നെ ഒഴിവ് സമയങ്ങളിൽ ജനങ്ങൾ വന്ന് ഇവിടെ വന്നിരിക്കാനും ഒക്കെ തുടങ്ങിയ കാരണം ഇപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഇതാ ഈ കുന്നിൻ്റെ ഇവിടെയൊക്കെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൂടല്ലേ അപ്പോൾ ഉണങ്ങി നിൽക്കുന്ന പുല്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പുല്ലിൽ ആരെങ്കിലും ബീഡിക്കുറ്റിയോ എന്തോ തീപ്പെട്ടിക്കൊള്ളിയോ അതോ പിള്ളേർക്ക് എന്തെങ്കിലും തോന്നിയിട്ട് ചെയ്യുന്ന എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റില്ല. എങ്ങനെയോ തീ പിടിച്ച് ഇവിടെ നാൽക്കാലികളെയൊക്കെ ഒന്ന് കൊടന്ന് കെട്ടലുണ്ട്, പശുവിനെയൊക്കെ. അപ്പോൾ പോത്തിനെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർ ഈ പോത്തിനെ കൊടന്നിട്ട് ഇവിടെ കൊടന്ന് കെട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നാൽക്കാലികളെ കൊടന്ന് കെട്ടുമ്പോൾ ഭയങ്കര ഒരു വിഷമം. കാരണം അവർക്ക് മിണ്ടാൻ വയ്യാത്ത മിണ്ടാപ്രാണികളല്ലേ, അവർക്ക് ഇങ്ങനെ തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഓടാനും കുറ്റിയിൽ കെട്ടിയിട്ടൊക്കെയാവും ഉണ്ടാവുക. അപ്പോൾ ഓടി രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അങ്ങനെയൊന്നും ഉള്ള കഴിവില്ലാത്തവരല്ലേ, അപ്പോൾ പാവം തോന്നും. അതുകൊണ്ട് ഇപ്പം ആരും ഈ തീപിടുത്തമുള്ള കാരണം ഇപ്പം അങ്ങനെ ആരും കൊടന്ന് കെട്ടിയിടലില്ല കുറച്ചായിട്ട്. പണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടന്നിരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഒരു ഒഴിവുമാതിരി എപ്പോഴും ആൾക്കാരുടെ തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ വീടുകളില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പൊക്കെ ഉണ്ട് ഇപ്പോഴും ആ ഭാഗത്ത്. പക്ഷേ പണ്ടത്തെ മാതിരി പേടിക്കേണ്ട അവസ്ഥയൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ ആർക്കും ഒരു വലിയൊരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ വിക്രസുകൾക്കൊന്നും എത്താൻ പറ്റുന്നൊരു സ്ഥലമൊന്നും അല്ല. ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ നടന്നു പോകാൻ നമുക്ക് പേടിയാവും, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ കണ്ടോ എത്ര ആൾക്കാരാണ് വന്ന് അവിടെ ഇവിടെയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുക, കാറ്റ് കൊള്ളാൻ. കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി. അത് കാരണം ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം കുറേ ഇരുട്ടായി കഴിഞ്ഞാൽ എനിക്കതൊരു ബുദ്ധിമുട്ടല്ലേ തിരിച്ചു പോരുമ്പോഴൊക്കെ. അപ്പം ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് കാണാൻ. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയാലാണ് കൂടുതൽ വ്യൂ കിട്ടുക. കാരണം ആ ഭാഗത്തൊരു കുണ്ടും അപ്പുറത്തെ ഭാഗത്ത് കുന്ന് മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ. ഇത് കണ്ടോ, മൊത്തത്തിൽ പറക്കുളം കുന്ന് എന്നാണ് പറയുക ഇതിന്. മൊത്തത്തിലുള്ള പ്ലേസാണിത്, കണ്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കണ്ടോ, ഡ്രൈവിങ് പഠിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കൂടെ എൻ്റെ തെറ്റുകളൊക്കെ പറഞ്ഞു തന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഞാൻ. ഇനി നാളെ ഇതുപോലെ ചെറിയൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കണ്ടോ, ഡ്രൈവിങ് പഠിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കൂടെ എൻ്റെ തെറ്റുകളൊക്കെ പറഞ്ഞു തന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഞാൻ. ഇനി നാളെ ഇതുപോലെ ചെറിയൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്.